സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിക്കുന്നു. പ്രാർത്ഥനാധുനിയുടെ ഈ മാസത്തെ നമ്മുടെ പ്രാർത്ഥനാ സംഗമമായി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ദേശത്തിന്റെ പട്ടണത്തിന്റെ ഒക്കെ വിവിധ ഭാഗങ്ങളിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഒത്തവണ്ണം ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് വാഗ്ദത്തം അരുളിയ കർത്താവ്, നാം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇന്ന് രാത്രി നമ്മോടൊപ്പം നമ്മുടെ ദൈവ സാന്നിധ്യം ഉള്ളതോർത്ത് അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാൻ അല്പസമയം സ്തുതി സ്തോത്രങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന് അർപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാദിനയുടെ ഈ മാസത്തെ പ്രാർത്ഥനാ സംഗമമായി ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ നാളുകളിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു കർത്താവെ. പ്രാർത്ഥനാ സഹകാരികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്ന എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാനും ആ വിഷയങ്ങൾക്കൊക്കെ ദൈവം ചെയ്യുന്ന മറുപടികളെ കണ്ട് സന്തോഷിപ്പാനും ഞങ്ങളെ സഹായിച്ചല്ലോ. UAE പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വന്ന് വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചനകളൊക്കെ ഇന്ന് രാത്രി കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് കർത്താവെ ഒരു ജോയിൻ ചെയ്യുവാൻ ഇടയാകണമേ. കടന്നു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായി, അവിടുത്തെ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ദിനയുടെ ഈ മാസത്തെ മീറ്റിംഗ് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ദൈവസന്നിധിയിൽ അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കുവാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ ക്വയറിലെ അംഗം പ്രിയ ജോബിൻ ബ്രദർ വർഷിപ്പ് ലീഡ് ചെയ്യും. ദേവദാസനോട് ഒരുമിച്ച് നമുക്കും കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. തുടർന്നുള്ള സമയങ്ങൾ ക്വയറിനായി വിട്ടുകൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കടന്നു വരുവാൻ, ഒരുമിച്ച് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ ദൈവോരവസരം കൂടെ അടികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ അവിടെ ഇടങ്ങളിൽ കർത്താവിൻ്റെ വിരിക്കപ്പെട്ട ചിറകളിൽ നമ്മെ ഓരോരുത്തരെയും മറയ്ക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു ദൈവപൈതൽ നാം ഈ ലോകത്തായിരിക്കുന്ന സമയത്ത് നമ്മുടെ നേരെ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും അവയുടെ മുമ്പിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽപ്പാൻ ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും ദൈവകൃപ ഏറ്റെടുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഭാവിയെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായതിനാൽ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പാടാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയില്ല എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളില്ല. നിരാശ ഇനി എന്നെ തൊടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം പ്രത്യാശയിൽ വർദ്ധിക്കാനിടയായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല,
പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നിൽ തോടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ യാഹേ എൻ്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേൽ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല,
ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു നല്ല ദൈവം. ഈ നല്ല ദൈവത്തെ രുചിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്നൊരു ഗാനം നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ വായികളെ തുറന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ ബലവും കർത്താവിനെ കൊടുത്തുകൊണ്ട് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. നാം പലയിടങ്ങളിലായിരിക്കുന്നുവെങ്കിലും നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായി രുചിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തു താൻ സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകാവസാനത്തോളം, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുകയും യഹൂദയിലും യെരുശലേമിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുകയും. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് കർത്താവിൻ്റെ സാക്ഷികളാകുക എന്നുള്ളത്. നമ്മത് പല രീതിയിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനാധ്വനി നമ്മുടെ ഈ ഗ്രൂപ്പിനും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരിലേക്ക് കർത്താവിനെ എത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ്റെ സാക്ഷികളാകുന്ന നാം, അവൻ്റെ വിശുദ്ധ ജനമായിരിക്കുന്ന നാം, അവൻ്റെ വിളിക്ക് യോഗ്യരായ നാം നമ്മുടെ വായികളെ തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയായ പാറയ്ക്ക് ആർപ്പിട്ടുകൊണ്ട് നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്കു യോഗ്യരാം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്കു യോഗ്യരാം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറക്കാർക്കിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറക്കാർക്കിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ലക്ഷ്യം തെളിവായി മുന്നിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിട്ടുണ്ട്. ലക്ഷ്യം തെളിവായി മുന്നിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിട്ടുണ്ട്. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറക്കാർക്കിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറക്കാർക്കിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാ. ഓ ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറക്കാർക്കിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറ
ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലേ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലേ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരുത്താൻ ചിറകുകളിൻ കീഴിൽ, പരിചയം പലകയുമായി പരമനിപ്പായിടത്തിൽ. ശരണമവൻ തരുത്തൻ ചിറകുകളിൻ കീഴിൽ, പരിചയം പലകയുമായി പരമനിപ്പായിടത്തിൽ. തുണയെനിക്കേശുവേ, ഓഹോ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആകുലനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാ. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ. ഗ്ലോറി മലേ റിബലഗരന്തര ദീവശംദേ, ചൂടാലഗരന്തര ദീവശൈഡഗരന്തര അധേരേരഗലഗരന്തര ചൂടഗരേ ജഗരന്തര ദിവശംദര റിബാലേരന്തേരഗലഗരന്തര ദിവശൈഡഗരന്തര. ഹല്ലേലൂയ. ആകുല വേളകളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആകുലങ്ങളുടെ മധ്യത്തിൽ, ആപത്തുകളുടെ മധ്യത്തിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന നമ്മുടെ നല്ല ദൈവം. അവരെ ഒന്നുകൂടെ ചേർന്ന് പാടാമോ സമർപ്പണത്തോടെ? ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാ.
അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആ നല്ല ദൈവത്തിൻ്റെ മറവിൽ വസിപ്പാൻ, ആ നല്ല ദൈവത്തെ ശരണമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയുടെ ദിവസം നമുക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഗാന ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിന്റെ ദാസനെ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ രാത്രി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി നാം പാടി കേട്ടതുപോലെ അവൻ എൻ്റെ സങ്കേതവും ബലവുമാണ്. നമുക്ക് ഓടി അഭയം പ്രാപിപ്പാൻ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഇന്ന് രാത്രിയിലും നാം വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. നാം ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം വിഷയം പോലെ ആ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചെവി ചായ്ക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിന്റെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. തുറന്നുള്ള സെഷൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. പ്രിയ സി കെ എബ്രഹാം, ഇവാഞ്ചലിസ്റ്റ് സി കെ എബ്രഹാം ആ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ദേവദാസന്മാർ, കൂടപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവ് നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. 66 സങ്കീർത്തനത്തിന്റെ 19 വാക്യം പറയുന്നു, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. രാത്രിയിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി പറയുകയാണ്. ഉത്തർപ്രദേശ് പാസ്റ്റർ ബ്ലസ്സൻ ശുശ്രൂഷയിലായിരിക്കുന്ന സഭയ്ക്ക് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി. വിശ്വാസികൾ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. 2 സുവിശേഷകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഇരുവരും ഭിന്നശേഷിക്കാരാണ്. ഈ സഭയെ വഹിച്ചുകൊണ്ടും വടക്കേനുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും ദൈവദാസന്മാരുടെ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, പെരുമ്പാവൂർ ഷാരോൺ സഭാ ശുശ്രൂഷകൻ ജാർഖണ്ഡ് റീജിയണൽ മിനിസ്റ്ററുമായ പാസ്റ്റർ റെജി ചാക്കോ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി. ആലുവ രാജഗിരി ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസന്റെ പരിപൂർണ ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഹെർബർട്ട് ജോൺ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനാതിരിയായി ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. വിശേഷ കർത്താവ് ദിവസത്തിൽ പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിസന്ധിയിൽ കർത്താവേ, ഹല്ലേലൂയ, ചെറുക്കനായിരിക്കുന്ന പ്രിയ അഭിഷിക്തൻ കർത്താവേ, അതേ കർത്താവേ, ഹല്ലേലൂയ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നല്ലോ കർത്താവേ, ഹല്ലേലൂയ. ഭിന്നശേഷിയാണല്ലോ എന്റെ ദൈവം കർത്താവേ, വിടുവിക്കുമാറാകണമേ, സുഖമാക്കുമാറാകണമേ, ദൈവത്തിന്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിലൊക്കെ ദൈവം മുക്തത്തോളം വിടുവിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. രണ്ടാമതായി പറഞ്ഞ പ്രയോഗത്തെ ഞങ്ങളുടെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. പെരുമ്പാവൂരിലായിരിക്കുന്ന പ്രിയ അഭിഷിക്തനെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടെന്നുണ്ടായ കർത്താവേ പ്രതിസന്ധിയിൽ ദൈവം കർത്താവെ തന്നെ വിടുവിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാര്യം കൂടെ ഇരിക്കുമാറാകണമേ. അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം 2 വിഷയവും തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാര്യം കർത്താവേ, ഹല്ലേലൂയ, ദിവസങ്ങളിൽ കാണുവാൻ കാര്യം കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2 ദേവദാസന്മാരെ ഞങ്ങളുടെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പൊ വലിയ അത്ഭുതങ്ങൾ കർത്താവ് അവരുടെ ജീവിതത്തെ സ്വർഗം ചെയ്തെടുക്കുമാറാകണമേ. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുപാദപടത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കുക. IPC ഗിൽഗാൽ സഭാംഗം സിസ്റ്റർ സബിത ഒരു സർജറി കഴിഞ്ഞ ഭവനത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. പ്രിയ സഹോദരിയുടെ പരിപൂർണ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഫെലോഷിപ്പ് ചർച്ച് സഭാംഗം ഇവാഞ്ചലിസ്റ്റ് AT ജോസഫ് സൗഖ്യമില്ലാതെ ആലുവ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ നാഥനെ, ഇന്ന് രാത്രികാലം കർത്താവെ, ഹല്ലേലൂയ, പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പുമായി ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിലേക്ക് അടുത്ത് വരികയാണ്. ഹല്ലേലൂയ, കർത്താവിന്റെ വലിയ കരം ഇന്ന് രാത്രികാലം ചലിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഇവിടെ പറയപ്പെട്ട വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു.
സബിത എന്ന് പറയുന്ന സഹോദരിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗം ഹാലലുയ പ്രിയ സഹോദരിയുടെ സർജറി കഴിഞ്ഞിരിക്കുന്നതിന് പൂർണ്ണ സൗഖ്യത്തെ നൽകണമേ. ഹാലലുയ ആണിപ്പഴുതുള്ള കരം നീട്ടി തുടരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായി അത് വണ്ടാനം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന പ്രിയ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ പൂർണ്ണ വിടുതലോടെ നിർത്തുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ കുരിശിനടിപ്പെടാൻ സൗഖ്യമുണ്ടല്ലോ, സൗഖ്യത്തെ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി നൽകുന്ന ദൈവമാണ് കർത്താവെ. താൻ മക്കളാകുന്ന ഞങ്ങളുടെ അവകാശമാകുന്ന സൗഖ്യത്തെ അവിടുന്ന് പ്രദാനം ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ലല്ലോ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിന്റെ മേൽ ജയം കൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാം. ഡൽഹി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് അൽക്കാജി സഭാംഗമായ ബ്രദർ സജീവ് വർഗീസിന്റെ മകൻ ഏബൽ ഒരു അപകടത്തെ തുടർന്ന് ഓപ്പറേഷൻ വിധേയനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പ്രിയ പൈതലിന്റെ പരിപൂർണ വിടുതലിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മിഷൻ കോർഡിനേറ്റർ ഫിന്നി ജോൺ ബ്രദറിന്റെ ഇളയ പുത്രന് പനിയാൽ ഭാരപ്പെടുന്നു. പൈതലിന്റെ പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് വിനീതയോട് പ്രാർത്ഥിച്ചു. കർത്താവേ സ്തോത്രം. ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ പറഞ്ഞ വിഷയത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഡൽഹിയിൽ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവ് ദേവദാസന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം ആരോഗ്യം ആ കുഞ്ഞിന് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നാഥ, ഞങ്ങളുടെ ഫിന്നി ബ്രദറിന്റെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കുന്നതിനായി സ്തോത്രം. രോഗശാന്തി ഞങ്ങളുടെ അവകാശമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് കർത്താവെ. ഞങ്ങളുടെ ആണിപ്പഴുതേറ്റ കരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. സമ്പൂർണമായി താഴ്ത്തുന്നു പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിനാവുന്നുള്ള പിതാവേ. പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ യുഎക്കായി പ്രാർത്ഥിക്കാം. ഇവിടുത്തെ 7 എബ്രേറ്റ്സുകൾക്കായി പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ഭരണാധികാരികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാസി മക്കൾക്കായി പ്രാർത്ഥിക്കാം. പ്രതികൂലമായ ഒരു നിയമവും എഴുതപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ UAE വിസിറ്റിംഗ് വിസയിൽ വന്നിരിക്കുന്ന അനേക സഹോദരങ്ങൾ ജോലി ലഭിക്കാതെ ഈ ദേശത്തുണ്ട്. അവർക്ക് തക്ക സമയത്ത് ജോലി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് അലക്സ് ബ്രദർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ മൗത്വമേറെ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രാർത്ഥനാ സംഘവുമായി കർത്താവിനെ പ്രാർത്ഥനാദിയുടെ നേതൃത്വത്തിൽ കർത്താവിനെ കൂടി വരുവാൻ ഒരുക്കിയ വലിയ അവസരത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകാൽ കർത്താവ് അമ്മയോട് സമർപ്പിക്കുന്ന വിഷയത്തെ ഒന്നുകൂടി അങ്ങനെ കരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്ന പാഠ്യങ്ങൾ കൂടിയിരിക്കുന്ന UAE ദേശത്തെ ഈ രാജ്യത്തെ അവിടെ നിന്ന് വഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ രാജ്യത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ. അവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും കർത്താവ് ദൈവമേ, രാജ്യത്തിന്റെ കർത്താവ് ദൈവമേ, സർവ്വജനത്തിനും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. പ്രത്യേക കർത്താവ് ദൈവജനത്തിനോ പ്രവാസികളാടിങ്ങൾക്ക് കർത്താവ് ദൈവമേ, ആർക്കും കർത്ത പ്രതികൂലമായ യാതൊരു നിയമങ്ങളും ഇവിടെ പാസ്സാകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വലിയ കൃപയും ദൈവമഹത്വ രാജ്യത്തോട് കൂടെ ഉണ്ടായിരിക്കണം കർത്താവ് ദൈവമേ. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സൊക്കെ എന്തിനും പ്രതിവർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണേ. അനേക ജീവിതങ്ങൾ കർത്താവ് ദൈവമേ ഉപജീവന മാർഗാർത്ഥം ഈ ദേശത്ത് കടന്നു വരുമ്പോൾ അപ്പാ എല്ലാവർക്കും നന്മയോടെ ലഭിക്കുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ അങ്ങയുടെ വലിയ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണം അപ്പാ. സമാധാനവും സന്തോഷവും പുലരുന്ന ഒരു കർത്താവ് ദൈവം രാജ്യമായി പിന്നെയും മുന്നോട്ട് പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇവിടെ നടക്കുന്ന എല്ലാ കർത്താവ് ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും സുവിശേഷ വേലകളെയും വഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നേതൃത്വം കൊടുക്കുന്ന കർത്തദാസന്മാർക്കായി ദൈവജനത്തിനായും പ്രാർത്ഥിക്കുന്ന എല്ലാവരെ അനുഗ്രഹിക്കണമേ. ഇനിയും അധികമായി അങ്ങയുടെ വേല ഈ രാജ്യത്ത് വളരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. മുറ്റുമാടികൾ സമർപ്പിച്ചിരുന്നു തുടർന്ന് വടികൾ സമർപ്പിക്കുന്ന വിഷയങ്ങൾ മധ്യല്ല എന്റെ പിതാവോട് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യാതൊരു നിൽക്കണം മറുപടി അയക്കണം യേശു ക്രിസ്തുവിന് തന്നെ ഒരു നാമത്തിന് നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കാം. 2 പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധശ്രുതികൾക്ക് അവസാനം വരുവാൻ വേണ്ടി, ലോകരാജ്യങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥനാധനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ സംഭാഷണമായി പ്രാർത്ഥിക്കാം. പിന്നെ ചുമൽ കൊടുക്കുന്ന ആരെയും എല്ലാ പ്രവർത്തകരെയും ഓർത്ത് പ്രവർത്തനങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഇന്ന് രാത്രി കൊണ്ട് സകല വിഷയങ്ങൾ നൽകിയതോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ വിഷയം ഇവാഞ്ചലിസ്റ്റ് റൂഫസ് ബ്രദർ പ്രാർത്ഥിച്ച.
ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം ഇടുന്നു വരുന്നു. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി ഹോമെങ്കിൽ നിന്ന് വരുന്നു. കർത്താവെ, ഈ രാത്രി അടിയങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പറയപ്പെട്ട വിഷയങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ മറ്റൊന്നും കഴിയില്ലല്ലോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കേട്ട് ചലിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പറഞ്ഞ വിഷയങ്ങളുടെ മേലെല്ലാം ചലിക്കേണ്ടതിന് ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ഈ രാജ്യം ഉൾപ്പെട്ട് നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് റീജിയനായി പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഞങ്ങൾ കേൾക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ കർത്താവെ, ഈ രാത്രി ഹല്ലേലൂയ ഞങ്ങൾ ദൈവാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൈശാചികമായ മേഖലകൾക്കപ്പുറത്ത് ദൈവഹിതം ഓരോ ഇടങ്ങളിലും വെളിപ്പെട്ടു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഓരോ രാജ്യങ്ങളിലും ഓരോ രാജ്യ തലവന്മാരിലും വെളിപ്പെട്ടു വരുവാൻ കർത്താവിന്റെ ഹിതം ഈ ലോകത്ത് നിറവേറപ്പെടുവാൻ സ്വർഗമേ സഹായിക്കണം. അന്ത്യകാലമാണ്. ഞങ്ങളെ തന്നെ ഇതെല്ലാം കാണുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവിന്റെ ലക്ഷണമായി അതിനെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ ഒരുക്കുവാനും ആത്മപരിശോധന നടത്തുവാനും ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാധുനിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവന്ന വിശ്വസ്തകൾക്കായി സ്തോത്രം. കർത്താവെ, 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനം ഇത് തുടങ്ങുമ്പോൾ കർത്താവെ, അങ്ങേക്ക് ചിലതിനൊക്കെ ഉദ്ദേശമുണ്ടായിരുന്നല്ലോ. അത് ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇത്രത്തോളം കർത്താവെ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിപ്പിച്ചതിനായി സ്തോത്രം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവെ, മറ്റുള്ളവരുടെ വേദന ഞങ്ങളുടെ വേദനയായി കണ്ട പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽപ്പാൻ കർത്താവെ, നീ കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടിഞ്ഞു കിടക്കുന്ന ചില മതിലുകളെ തിരിച്ചറിഞ്ഞ് കർത്താവെ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തക്ക നിലയിൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ഉൾക്കാഴ്ച കർത്താവെ നീ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാൻ പോകുന്ന സംഭവങ്ങളെ അറിഞ്ഞ് മുൻനിർണയിച്ച് കർത്താവെ ചില വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളുടെ അകക്കണ്ണുകളെ ദൈവമേ അങ്ങ് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ആത്മമണ്ഡലങ്ങളും ഞങ്ങളുടെ തലങ്ങളും ഈ ദിവസങ്ങളിൽ മാറ്റപ്പെട്ട കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവ് ഒരു പ്രവർത്തനം അത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവിന് കൃപ ചെയ്യണമേ. ഇതിന് കർത്താവ് ചുമതല വഹിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ്സിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ബോർഡ് ഡയറക്ടേഴ്സിനായി മെമ്പേഴ്സിനായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യങ്ങളിലുള്ള ഓരോ ചാപ്റ്റേഴ്സിനായി സ്തോത്രം ചെയ്യുന്നു. അതിന്റെ കർത്താവ് കോർഡിനേറ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മിഷൻ കോർഡിനേറ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മീഡിയ ടീമിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തുടർന്ന് ഇതിനെ അത്ഭുതകരമായി അതിശയമായി ശക്തമായി കർത്താവ് ഞങ്ങളുടെ വരവ് വരെയും ഹല്ലേലൂയ ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ ദൈവഹിത പ്രകാരം പ്രവർത്തനങ്ങൾ ചെയ്തെടുപ്പാൻ സ്വർഗമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം. അല്പസമയം കൂടെ തിരുസന്നിധിയിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് രാത്രികാലം പ്രാർത്ഥിപ്പാനായിട്ട് കഴിഞ്ഞു. വീണ്ടും നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ സാധ്യപ്പെടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ദൈവസന്നിധിയിൽ നമുക്ക് വിഷയങ്ങളെ നിർത്തിവെച്ച് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രഹസ്യവും പരസ്യവുമായ അനേക വിഷയങ്ങളുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരട്ടെ. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. രാജ്യത്തോട് എതിർക്കുന്നു. ഇതൊക്കെയും കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആ തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവ് എത്രയും താമസിക്കുന്നു നമുക്കറിയില്ല. അതുവരെ സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവകൃപ പകരപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നൊരു പാട്ടിന്റെ ചില വരികൾ കൂടെ പാടി അനന്തരം വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയ ജോബിൻ ബ്രദർ ഒരു പാട്ട് കൂടെ നമുക്ക് വേണ്ടി ദൈവനാമമഹത്വത്തിനായി പാടും. ഇത്രത്തോളം സമയം നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്നും ദൈവവചനം കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ ഹൃദയങ്ങളെ പ്രാവശ്യമുള്ള ദൈവത്തിൽ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ഇഷ്ടമോ എൻ്റെ ഹിതമോ എൻ്റെ ആഗ്രഹങ്ങളൊന്നും വേണ്ട, അങ്ങയുടെ ഹിതം മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമോ എന്ന് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിൽ പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സമർപ്പണത്തോടെ കർത്താവിലായിരിക്കാം. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പിതാവേ, അങ്ങയുടെ ഹിതം മാത്രം മതി. ഇമ്പമുള്ള ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അങ്ങയുടെ വഴികളിൽ നടപ്പാൻ ആവശ്യമായ ദൈവകൃപ
ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ പകരണമേ. ഞങ്ങളുടെ വഴികൾ തന്നെ നടപ്പാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടയാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വന്തം കഴിവോ നമ്മുടെ ജ്ഞാനമോ കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് അല്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയില്ല. അതിനായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ടുകാരൻ പാടുന്ന പോലെ, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ല എൻ പിതാവേ എന്നെ യഹോവേ. നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോടെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും, ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും, തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയടിയ, തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, നേരുനിര പാംവഴിയോ നീണ്ട നടയോ കുറുതോ, നേരുനിര പാംവഴിയോ നീണ്ട നടയോ കുറുതോ, പാരം കാനിഞ്ഞോടുന്നതോ പാരീതിയിലും ഭാഗ്യങ്ങളോ, പാരം കരഞ്ഞോടുന്നതോ പാരീതിയിലും ഭാഗ്യങ്ങളോ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ, അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ,
എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. നിന്റെ ഹിതം നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണം എന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണം എന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം ആഗ്നേയമേഘ തൂണുകളാ അടിയാനെ എന്നും നടത്തി. അഗ്നിമേഘ തൂണുകളാ അടിയാനെ എന്നും നടത്തി. അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം നടപ്പാൻ, അങ്ങയുടെ ഇഷ്ടപ്രകാരം നടപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമൊന്നും വേണ്ടപ്പോൾ അങ്ങയുടെ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം സഹായിക്കണമേ. ദൈവമില്ലാത്ത ഒന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് തുടർന്ന് നടക്കുന്ന മനസ്സ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ സംസാരിപ്പം ദാസനെ ദൈവം ബലപ്പെടുത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കുന്ന രവിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കട്ടെ. ഇന്ന് രാത്രി വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാത്വനയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ഗുജറാത്തിൽ നിന്ന് നമ്മോടൊപ്പം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രാർത്ഥനാത്വനയുടെയും ചർച്ച് മിനിസ്ട്രിയുടെയും സെന്ററിന്റെ ചുമതലകളും ഒക്കെ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നമ്മോടൊപ്പം നമുക്ക് കൈത്താങ്ങായി, എൻ്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ എല്ലാ ചാപ്റ്ററുകളുടെയും മീറ്റിങ്ങുകളിൽ കഴിവുള്ളത്തോളം ദേവദാസൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ നടുവിലായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് പ്രിയ ദേവദാസനിലൂടെ നാം അല്പസമയം ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്.
ഏതൊരു ശുശ്രൂഷയുടെയും ഒരു നെടുന്തൂണായി നിൽക്കുന്ന ഒന്നാണല്ലോ ദൈവത്തിന്റെ വചനം എന്നുള്ളത്. ബെരോവയക്കാരെ കുറിച്ച് ഇങ്ങനെ ഒരു പദമുണ്ട്. ബെരോവയക്കാർ അവർ ചെയ്യുന്ന ഒരു പദം, ഒരു പ്രയോഗമുണ്ട്. തിരുവഴുത്ത് എന്ത് പറയുന്നു? എല്ലാം അവർ തിരുവഴുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കും ഇന്ന് രാത്രി തിരുവഴുത്ത് എന്ത് പറയുന്നു എന്ന് നമുക്കും ഒന്ന് നോക്കാം. കർത്താവിന്റെ ദാസനിലൂടെ ഇന്ന് രാത്രി നമ്മോട് അറിയിപ്പാൻ കർത്താവ് നിയോഗം കൊടുത്തിട്ടുള്ള ആ വചനം ഇന്ന് രാത്രി നമ്മോട് അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ ഇടയാകട്ടെ. തുറന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല നിമിഷം പ്രാർത്ഥന നേതൃത്വം നടക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ചാപ്റ്ററിന്റെ ചെയർമാൻ വർഗീസ് പാസ്റ്റർ, വൈസ് ചെയർമാനും നമ്മുടെ ജനറൽ കോർഡിനേറ്ററുമായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സാജൻ ജോർജ്, പ്രാർത്ഥനയുടെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും, നല്ല ഗാനങ്ങൾ പാടിയ പ്രിയ സഹോദരൻ, പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്തായ ദേവദാസൻ, എല്ലാ പ്രാർത്ഥനാ സഹാരികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗുജറാത്തിൽ നിന്ന് സ്നേഹമെന്ന് നമുക്ക് ഒരുമിച്ച് അനേക വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. കേരളത്തില് മൂവാറ്റുപുഴയ്ക്കടുത്ത് കമ്പനിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ശശി അനിത എന്ന് പറയുന്ന ഒരു കുടുംബം, ഒരു ഹൈന്ദവ കുടുംബം, അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അപർണ എന്ന് പറയുന്ന ഒരു മോളെ ദാനമായി നൽകുകയായി. 6 വയസ്സായ സമയത്ത് കുഞ്ഞിന് എന്തോ ശരീരത്തിന് പ്രയാസം ഉണ്ടായി. അവിടെയുള്ളതായ പ്രാഥമിക ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. എങ്കിലും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചില്ല. അങ്ങനെ പ്രിയ അപർണ മോളുമായിട്ട് ആ മാതാപിതാക്കള് അമൃത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാടയായി. അവിടെ ചെന്നപ്പോഴാണ് അറിയുവാടയായത് കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. 6 വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരത്ത് മുഴുവനും നീര് വ്യാപിച്ചു, പഴുപ്പുകൾ വ്യാപിപ്പാടയായി. ആ കുഞ്ഞിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാടയായി. 6 മാസത്തോളം ആ കുഞ്ഞുമായിട്ട് ആ മാതാപിതാക്കള് ആ ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. ശരീരം മുഴുവനും പഴുപ്പ് വ്യാപിച്ചിരിക്കുക. രാവിലെ ഒരു ഡ്യൂട്ടി നേഴ്സ് വന്നിട്ട് ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും കഴുത്ത് മുതൽ താഴെ വരെ ഒരു മുറുക്ക കെട്ടുവാടയാകും. വൈകിട്ടത്തെ ഡ്യൂട്ടി നേഴ്സ് വരുമ്പോൾ ആ മുണ്ട് ശരീരത്തിൽ നിന്ന്, കുഞ്ഞിന്റെ മുഖത്തു നിന്ന്, മുകളിൽ നിന്ന് മുഴുവനും മാറ്റുമ്പോൾ ശരീരത്തിൽ നിന്ന് ബ്ലഡും ആ പഴുപ്പും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടന്നടന്ന് വീഴുന്ന കാഴ്ച നീണ്ട 6 മാസമായി കണ്ട് ആ മാതാപിതാക്കൾ വളരെ വേദനിക്കുവാനായിട്ടിടയായി. ആ കുഞ്ഞിന്റെ കരച്ചിൽ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ആ അമൃത ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറയുവാനിടയായി, ഈ കുഞ്ഞ് ഇനി അധിക നാൾ ജീവിക്കയില്ല, ഈ കുഞ്ഞ് മരിച്ചു പോകും, നിങ്ങൾ ഈ കുഞ്ഞുമായിട്ട് ഭവനത്തിലേക്ക് പോകുവാനായിട്ട് പറയുവാനിടയായി. വളരെ വേദനയോടെ ആ മാതാപിതാക്കള് ആ കുഞ്ഞുമായി അമൃത ഹോസ്പിറ്റലിന്റെ പടിയിറങ്ങുവാനിടയായി. ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ ഇറങ്ങിയപ്പോൾ പ്രിയ പിതാവും മാതാവും കൂടി ചിന്തിച്ചു, ഞങ്ങളുടെ 6 വയസ്സുള്ള കുഞ്ഞ് ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയുമായിരുന്നല്ലോ ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി എന്താണ്, എങ്ങനെയാണുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടുവാടയായി. അവരൊരുമിച്ച് ചിന്തിപ്പാടയായി, കുഞ്ഞിന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ആ പ്രിയ സഹോദരൻ അല്പം വിഷം വാങ്ങിച്ച് ബിസ്ലറി കുപ്പി വെള്ളത്തിനകത്ത് അത് കലർത്തി അവരൊരുമിച്ച് കുടിച്ച് മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ആ പ്രിയ സഹോദരി ഇങ്ങനെ പറയുവാടയായി, നമ്മുടെ വീടിന്റെ അടുത്തൊരു ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചിലെ പാസ്റ്ററോടൊന്ന് ഫോൺ ചെയ്തൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന്. അങ്ങനെ പ്രിയ ശശി ആ പ്രിയ പാസ്റ്ററിന് ഫോൺ ചെയ്യുവാടയായി. വീടിന്റെ തൊട്ടടുത്താണ് ചർച്ച്. ആ പാസ്റ്ററിന് ഫോൺ ചെയ്തപ്പോൾ സഭയില് 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ശശിയുടെ ഫോൺ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പാസ്റ്ററിന് തന്നെ ആശ്ചര്യം തോന്നി. എന്തോ അത്യാവശ്യമായിരിക്കും, എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരിക്കും. കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി സഭയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ചർച്ചിന്റെ അടുത്താണല്ലോ ഈ വീട്. കുഞ്ഞിന് വേണ്ടി അവരെ അനേക നാളുകളായി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി. ശശിയുടെ ഫോൺ ഇങ്ങനെ തുരുതുരാ വരുന്നത് കണ്ടപ്പോൾ പ്രാർത്ഥന നടക്കുന്ന ആ സമയത്ത് ആ പാസ്റ്റർ ആ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാനിടയായി. ആ ഫോണിൽ കൂടി ശശിയും അനിതയും ഇങ്ങനെ ആ പാട്ട് കേട്ടു. ആ സഭയിൽ പാടുന്നൊരു പാട്ടായിരുന്നു, 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും
കല്ലറ മുൻപിൽ കർത്തൻ വരും, വിശ്വസിച്ചാ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനും പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ മിഷൻ കോർഡിനേറ്ററുമാകുന്ന സുനിൽ പി കോശി എഴുതിയതാകുന്ന കാണുന്നു ഞാൻ വിശ്വാസത്തിൽ ആ പാട്ട്, ആ സഭയിലെ ദൈവമകൾ പാടി ആരാധിക്കുന്ന പാട്ട് ഈ ദൈവദാസന്റെ ഫോണിൽ കൂടി ശശിയും അനിതയും കേൾക്കുവാനിടയായി. ഈ പാട്ട് കേട്ട നിമിഷം തന്നെ ശശി അനിതയോട് പറഞ്ഞു, 4 നാളായാലും നാറ്റം വെച്ചാലും സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ നമ്മുടെ 6 വയസ്സുള്ള കുഞ്ഞിന്റെ മേലും ആ യേശുവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഒരു പള്ളിയിലും പോയില്ല, ഒരു പ്രാർത്ഥനയ്ക്കും പോയില്ല. ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശശിയും അനിതയും കൂടി പിഞ്ചു കുഞ്ഞിനെ മാറുകൊണ്ട് ചേർത്തടച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, 4 നാളായാലും നാറ്റം വെച്ചാലും വിടിവിക്കുവാൻ യേശുവിന് കഴിയുമെങ്കിൽ 6 വയസ്സുള്ള ഞങ്ങളുടെ കുഞ്ഞിന് മേ ദൈവശക്തി വ്യാപരിക്കണമെന്ന് അമൃത ഹോസ്പിറ്റലിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ നിന്നുകൊണ്ട് ശശിയും അനിതയും കൂടി പ്രാർത്ഥിച്ച നിമിഷം തന്നെ, പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല എന്നാൽ അറിയാവുന്ന രീതിയിൽ അവർ യേശുവിനോട് പ്രാർത്ഥിച്ച നിമിഷം തന്നെ കുഞ്ഞ് കണ്ണു തുറക്കുവാനിടയായി, കുഞ്ഞ് ചലിക്കുവാനിടയായി. ഒരു അത്യന്തമായ ശക്തി ആ പിഞ്ചു കുഞ്ഞിന്റെ മേലേക്ക് വ്യാപരിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുത സൗഖ്യത്തോടെ ആ കുടുംബം കർത്താവിന് സാക്ഷികളായി തീരുവാനിടയായി. ആ അപർണ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായി ദൈവങ്ങളെ നല്ല ദൈവം മാനിച്ചു യേശുവിനെ കുടുംബം മാറുവാനിടയായി. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഏതൊരു വിഷയത്തിനു മേലും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിനകരെ ഇന്ന് രാത്രിയിലും ചലിക്കുന്നു. പ്രാർത്ഥന ചാപ്റ്ററായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനാ സംഘമായി കടന്നു വന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ വിഷയത്തിന് മേലും ചലിക്കുവാൻ എന്റെ കർത്താവിന്റെ കര ഇന്നും പ്രവർത്തിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഇന്ന് രാത്രികാലത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 20-21 വാക്യം വായിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസി സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിനു മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. വളരെ സുപരിചിതമാകുന്ന അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു ഭാഗമാണ്. ഇന്ന് രാത്രികാലം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുവാനായിട്ടിടയായത്. ദൈവികമായ വാഗ്ദത്തം. സ്തോത്രം. ദൈവിക വാഗ്ദത്തമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നാം എല്ലാം ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ഒരു ദൈവബന്ധം ചോദിച്ചാൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ അവന് പറയുവാനായിട്ട് സാധിക്കും, ആമേ, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗരാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ദൈവന്റെ ജീവിതം ഏറ്റവും വലിയൊരു വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ എന്താണ് വാഗ്ദത്തം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ സാധിക്കും, കനാൻ ദേശമാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ദേശം. ആ പ്രത്യാശ അതാണ്, ആ വാഗ്ദത്തം അതാണ്. അത് പ്രാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആശ. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പല അനുഗ്രഹങ്ങളുണ്ട്. നമുക്കൊരു കാറ് ലഭിക്കുക, ഒരു വാഹനം ലഭിക്കുക, ഒരു നല്ല ഭവനം ലഭിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലവാരം ഉണ്ടാകുക, വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാകുക, നമ്മുടെ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകുക. അതൊക്കെ ഈ ലോകത്തിൽ വെച്ച് ദൈവം നമുക്ക് തരുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളുമാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരിക്കലും ഒരു ചർച്ചിലെ ഫാദർ അദ്ദേഹത്തിന്റെ ഫർദർ സ്റ്റഡികൾ ഇങ്ങനെ നടക്കുമ്പോൾ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് അതിനേക്കാളും കൂടുതൽ ഡിഗ്രി എടുക്കാൻ വേണ്ടി താൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു പാട്ട് വന്നു, തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. നമ്മൾ പാടുന്ന പാട്ടാണല്ലോ, എന്നും പാടത്തില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ മരണഭവനങ്ങളിലൊക്കെ പാടാറുണ്ടല്ലോ. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ആരാധനയ്ക്കും ആ പാട്ടുകൾ പാടി ട്യൂണുകളൊന്ന് വ്യത്യാസപ്പെടുത്തി ഒന്ന് പാടിയാൽ വലിയ പേടിയൊന്നും ഇല്ലാതെ നമുക്ക് പാടുവാൻ സാധിക്കും. അല്ലെങ്കിൽ ചോദിക്കും, യോ ഇതിപ്പം പാടേണ്ട പാട്ടാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. ഇവിടെ നമ്മൾ വായ്പടയായി ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസി സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്.
ആമേ. എത്ര പേര് വാക്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാറുണ്ട്? യേശു പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2000 ഒരു ദൈവീയ നിയോഗത്തോടെ കർത്താവിനെ ഇവിടെ അയക്കുവാനായത്. 3 മാസത്തോളം ഈ ദേശത്ത് കടന്നു വന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു. ഒത്തിരി സുവിശേഷ വിരോധിയുടെ ഉപദ്രവങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. ഒത്തിരി പട്ടിണി കടന്നിട്ടുണ്ട്. ഒത്തിരി വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ദൈവം തന്റെ പ്രവൃത്തി ഇവിടെ അയക്കുവാനായിട്ടിടയായി. ആദ്യമായി ചിന്തിച്ച്, കർത്താവെ, ഈ ദേശത്ത് ഞാൻ എങ്ങനെ നിൽക്കും? പക്ഷെ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായി. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. മനുഷ്യൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ പ്രലോഭനങ്ങളായിരിക്കാം, ഒരുപക്ഷെ ചക്കര വാക്കുകളായിരിക്കാം. ആ വാക്കുകളൊക്കെ, മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പലതും മോഹിപ്പിക്കാറുണ്ട്. എന്നാൽ വാക്കു പറഞ്ഞ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസനാ ദൈവം. കഴിഞ്ഞ നാളിൽ എന്നോടും നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഈ 2024 തീരുവാൻ ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം എന്തുമാത്രം കാര്യങ്ങളാ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കാം, കർത്താവ് ഇന്ന് വരെ അത് നിറവേറിയിട്ടില്ലല്ലോ, ഈ വർഷം തികയാൻ വേണ്ടി പോകുകയാണല്ലോ, എന്നാണ് ആ വിഷയത്തിനൊരു മറുപടി കിട്ടുന്നത് നാം ചിന്തിക്കുമ്പോൾ. ഇന്ന് രാത്രികാലം ദൈവാത്മാ പറയുക, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മുമ്പില് നീ അവിശ്വാസത്തിൽ സംശയിക്കരുത്. അതിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന്, മരിച്ചതിനെ ജീവിപ്പിക്കുക. എന്തൊക്കെയാണ് ദൈവീയ വാഗ്ദത്തങ്ങൾ? ഒന്ന്, മരിച്ചവരെ ജീവിപ്പിക്കുന്നു. മരിച്ച ചില വിഷയങ്ങൾ, മരിച്ചു 4 നാളായി നാറ്റം വെച്ചു എന്ന് ചിന്തിച്ച ചില വിഷയത്തിന്റെ മറുപടിയുമായിട്ട് അതിന്റെ കർത്താവ് വരുവാനിടയായത്. ആമേ. ലാസർ ദീനമായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും യേശു ഇരുന്ന ദിവസം ചില ദിവസം കൂടി അവിടെ നിന്നിട്ടാ വന്നത്. എല്ലാവരും ചിന്തിച്ചു കാണുന്നു, എല്ലാവരും ചോദിച്ചു കാണും, മാർത്തയെ, മറിയേ, ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ യേശു വന്നില്ലല്ലോ, ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും വന്നില്ലല്ലോ, നിങ്ങളുടെ പാസ്റ്റർ ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ വരാം. പക്ഷേ ആമേ, ഒരു സാധാരണ ഒരു രോഗിയെ വിടുവിക്കുന്നതിനേക്കാൾ ഉപരിയായി മരിച്ച വിഷയത്തിന്, നാറ്റം വെച്ച വിഷയത്തിന് മറുപടിയുമായി എന്റെ കർത്താവ് ഇറങ്ങി വരുവാനായിട്ടിടയായി. ചില വിഷയങ്ങൾ നാറ്റം വെച്ചുപോയി, കർത്താവേ, ഒരു മറുപടിയും കിട്ടുന്നില്ലല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിന് മറുപടിയുമായി കർത്താവ് വരിക. മരിച്ച ലാസറിനോട് പറയുക, ലാസറേ, പുറത്തു വരിക. നാളുകളായി അകത്തിരിക്കുന്ന ചില വിഷയങ്ങൾ, നാളുകളായി മറിഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ, നാളുകളായി നിർജീവമായിരിക്കുന്ന ചില വിഷയത്തിന് മറുപടി നൽകുക എന്റെ കർത്താവിന്റെ കരം ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2004 പോർബന്ദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 4 മണിക്കൂറുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്ഥലമാണല്ലോ പോർബന്ദർ. ഈ പോർബന്ദറിലുള്ള ഒരു കുടുംബം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസമായിരുന്നു. അന്ന് സഭയുള്ള 2 സഹോദരന്മാർക്ക് അവധിയായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്പനിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കുവാനായി. ആ സമയത്താണ് ഈ കുടുംബം, ഒരു ടയർ കടയിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയാവുന്ന ഈ കുടുംബം ഇവിടെ കടന്നു വരുവാനായി. അവിടെ പിഞ്ചു കുഞ്ഞുമായിട്ടാണ് കടന്നു വരുവാനായിട്ടിടയായത്. അവരെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എന്റെ കൈ തരുവാനായി. എന്നിട്ട് ഇങ്ങനെ പറയുവാനായി, പാസ്റ്റർ, നീന്റെ അനേക വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച പിഞ്ചു കുഞ്ഞാണിത്. ഈ കുഞ്ഞിന് ഇപ്പോൾ 5 വയസ്സ് പ്രായമുണ്ട്. പെട്ടെന്ന് ശാരീരികമായ എന്തൊരു പ്രയാസം ഈ കുഞ്ഞിനെ നേരിടുവാനായിട്ടിടയായി. അഹമ്മദാബാദ് അപ്പോളോ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് അത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക, ഈ കുഞ്ഞിന് 2 കിഡ്നിയും ഫെയിലായി, ഈ കുഞ്ഞ് അധിക നാൾ ജീവിച്ചിരിക്കത്തില്ല. വളരെ വേദനയോടെ അവർ പറയും, അനേക നേർച്ച കാഴ്ചകൾ ചെയ്തിട്ട് ലഭിച്ചൊരു കുഞ്ഞാ പാസ്റ്ററെ, ഈ കുഞ്ഞ് മരിച്ചു പോകുന്ന റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്തുള്ളതാകുന്ന ജാംനഗറിൽ തന്നെ ഞങ്ങളുടെ ചർച്ചിന് അടുത്തുള്ളതാകുന്ന ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ അമ്പലത്തിലെ പൂജാരിയാണ് പറയുവാനായത്, ഇവിടെ ഒരു ചർച്ച ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് പോകുവാനായിട്ട്. സ്തോത്രം. ആ കുഞ്ഞുമായിട്ട് ആ മാതാപിതാക്കൾ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനായിട്ടിടയായി. ഈ മെഡിക്കൽ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ തരുവാനായി. ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. 5 വയസ്സുള്ളതാകുന്ന ഈ പിഞ്ചു കുഞ്ഞിനെ എന്റെ തോളിലേക്ക് കടത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു ദൈവ ശബ്ദം മുഴങ്ങുവാനായി. ഇല്ലായ്മയെന്ന് ഉള്ളതിനെ പോലെ ഉരുവാക്കുന്ന ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ. ഇല്ലായ്മയെന്ന് ഉള്ളതിനെ പോലെ ഉരുവാക്കുവാൻ എനിക്ക് സാധിക്കും. ആ ദൈവ ശബ്ദം കേട്ട നിമിഷം തന്നെ എന്റെ തോളിൽ കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ മേത്ത് തട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാനായി, കർത്താവേ, അപ്പോളോ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഈ മാതാപിതാക്കൾ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ 2 കിഡ്നിയും ഫെയിലാണെന്ന് ഡോക്ടർമാർ പറയുക. എന്നാൽ ഇല്ലായ്മയെന്ന് ഉള്ളതിനെ പോലെ ഉരുവാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് കർത്താവേ, 2 കിഡ്നിയുടെ ഉരുവായതിനായി സ്തോത്രമെന്ന് ആത്മാവി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മീൻ പടയ്ക്കുന്ന പോലെ കുഞ്ഞ് എന്റെ തോളിൽ കിടന്ന് പടയ്ക്കുവാനിടയായി. കുഞ്ഞ് വീണ്ടും ശരീരത്തിൽ വന്ന് പടയ്ക്കുന്നതായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുവാനിടയായി. കർത്താവിന്റെ സന്നിധാനം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഈ അപ്പോൾ റിപ്പോർട്ടില്ലാത്ത 2 കിഡ്നിയും ഫെയിലാന്ന് പറഞ്ഞപ്പോൾ ദൈവം ഈ കുഞ്ഞിന്റെ ജീവിതത്തില് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം എന്നവർ പ്രാർത്ഥിച്ചു. യേശുവാ
പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥിച്ച് ഈ കുടുംബം അടുത്ത വ്യാഴാഴ്ച അഹമ്മദാബാദ് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറയാ ചമക്കാർ അത്ഭുതം 2 കിഡ്നി അവിടെ ഉരുവായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും ആത്മാവിൽ പറയട്ടെ, മരിച്ചു 4 നാളായി നാറ്റം വെച്ചു, ഒരിക്കലും എന്റെ വിഷയത്തിന് മറുപടി ലഭിക്കത്തില്ല. എന്റെ ജീവിതം ഒരു മരുഭൂമിയാണ്, വരണ്ട നിലമാണ്, ഉണങ്ങിയിരിക്കുന്ന സ്ഥലമാണ്, ഒരിക്കലും ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ ചില വ്യക്തികളോട് ദൂത് വിളിച്ചു പറയുക, ഇല്ലായ്മ ഉള്ളതിനെ പോലെ ഉരുവാക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. 1, മരിച്ചതിനെ ജീവിപ്പിക്കുകയും 2, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉരുവാക്കുന്ന ദൈവം. 3-മതായി ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശ എല്ലാം വിരോധമാ അല്ലെ. പലരും പറയാനൊരു വാസ പ്രതീക്ഷ എല്ലാം പോയി, ഭയങ്കര പ്രതീക്ഷയോടാ പോയത് അല്ലെ. ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാ, ഞാൻ എവിടെ പോയാലും കമ്പനി പൂട്ടും പാസ്റ്റേ. ഞാൻ 3 കമ്പനി പോയി, 3 കമ്പനി ഞാൻ ചെല്ലുന്നതിനേക്കാൾ കമ്പനി പൂട്ടി, ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എല്ലാം വിരോധമാണ്. വേറൊരു സഹോദരൻ മെഡിക്കൽ ടെസ്റ്റിനകത്ത് എൻ്റെ പാസ്റ്റേ എനിക്ക് ഒരിക്കലും പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല, കാരണം അത്രമാത്രം എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് മൊത്തം ഫെയിലാകുക. പലപ്പോഴും ആശയെല്ലാം വിരോധമെന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ. പ്രതീക്ഷ കാര്യം നടക്കത്തില്ല. നമ്മൾ എൻ്റെ കർത്താവ് എൻ്റെ കാര്യം മാത്രം നടന്നില്ല, വേറെ അപ്പുറത്തെ ചേട്ടൻ്റെ ചേച്ചിയുടെ ഇവിടുത്തെ എല്ലാം നടക്കും, അവരെല്ലാം കയറി പോകുന്നുണ്ട്, എൻ്റെ കാര്യം ഇനി എന്നാ അല്ലേ. ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. പലരുടെയും കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ലേറ്റ് ആവുന്ന വിഷയത്തിന്മേലാണ് ഏറ്റവും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓരോ സാഹചര്യം പറയുവാണെങ്കിലോ നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അല്ലേ. നമ്മളിപ്പം നമ്മുടെ വിഷയം വലിയ ഇന്റർനാഷണൽ വിഷയമായിട്ട് നമ്മൾ തലയെ കൊണ്ട് നടക്കുക, പക്ഷെ അതിനേക്കാൾ വലിയ വിഷയങ്ങളുള്ളവരുണ്ട് അല്ലെ. അവരുടെ വിഷയങ്ങൾക്കെല്ലാം പെട്ടെന്ന് മറുപടി ലഭിക്കും. നമ്മൾ ഈ കർത്താവേ നമ്മുടെ കാര്യം ഇനി എന്നാ, നമ്മുടെ വിഷയത്തിന് ഇനി എന്നാ മറുപടി ലഭിക്കുന്നത്, എന്റെ പേര് വിളിക്കുന്നില്ലല്ലോ, എനിക്കൊന്ന് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. ആശയ്ക്ക് വിരോധമായി മാനുഷികമായി നോക്കുമ്പോൾ സാറായുടെ ജീവിതത്തില് ആശയ്ക്ക് വിരോധമായി ആശയോടെ എല്ലാം വിരോധമാണ്. ഒരിക്കലും ഒരു വിടുതൽ നടക്കത്തില്ല, ഒരിക്കലും ഒരു വായ്ത്തത്തിൽ ലഭിക്കത്തില്ല എന്ന് ഒരു ചിന്തകൾ മുമ്പിൽ വന്നപ്പോഴും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എല്ലാം പ്രതികൂലമായാലും ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമോ? മെഡിക്കൽ റിപ്പോർട്ട് ഒരു പക്ഷേ നിനക്കെതിരായി വന്നാലും ഇന്റർവ്യൂവിന് നീ പാസ്സായാലും ആത്മാവിൽ പറയാൻ പറ്റാവോ, എന്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റും. എന്റെ കർത്താവാണോ എന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ ഉയർത്താമെന്ന് ദൈവമാണോ പറഞ്ഞത്? എന്റെ ദൈവം മാനിക്കുന്ന സമയത്തിനെ മാനിക്കും. എന്റെ ദൈവം ഉയർത്തേണ്ടുന്ന സ്ഥാനത്തിനെ ഉയർത്തുക തന്നെ ചെയ്യും. നിന്ദിക്കുന്ന മുമ്പിൽ മാനിക്കുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ. നിന്ദിക്കുന്ന മുമ്പിൽ മാനിക്കുന്ന ദൈവമാ. അലക്സ് പറയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായ ദൂത് പറയുക, അന്തരഘടകൾ നിന്ദിക്കുന്നതിന്റെ മുമ്പിൽ മാനിക്കുന്ന ദൈവം. കഴിഞ്ഞ നാളിൽ ദൈവാത്മാവ് പറയുന്നില്ല, വായ്ത്തങ്ങളുടെ പൂർത്തീകരണങ്ങള് ഒട്ടും താമസിക്കാതെ വേഗത്തിൽ ദൈവാത്മാവ് നിറവേറ്റാൻ വേണ്ടി പോകുക. ഉടമല ഘടകതുരി ഘടക വേദന കൊണ്ട് കരഞ്ഞിട്ടില്ലേ, ദുഃഖം കൊണ്ട് കരഞ്ഞിട്ടില്ലേ, സന്തോഷത്തിന് കണ്ണുനിഴുന്ന സമയം മുമ്പിലെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധമായ ശക്തമായ ആലോചന വിളിച്ചു പറയുന്നു. ഉടമല ഘടകതുന വരുന്ന ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ചില വിഷയത്തിന്റെ മധ്യത്തില് ദൈവാത്മാവിന്റെ കരം ദൈവാത്മാവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുക. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഇന്ന് രാത്രികാല പരിശുദ്ധമായ വ്യക്തമായ ആലോചന പറയുകയാണ്. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു അല്ലെ. ശരീരം നിർജീവമായിട്ടും അവന് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശാരീരികമായ നിർജീവമാണ്, ശാരീരികമായ ക്ഷീണമാണ്, ശാരീരികമായ വേദനയാ, എന്നാൽ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു രോഗത്തിനോ ഒരു ക്ഷീണത്തിനോ നമ്മളെ ഒതുക്കി കെട്ടാൻ പറ്റത്തില്ല. ദുഷ്ടനാഥ പിശാച് പറയും, ഈ രോഗം കൊണ്ട് നീ തീർന്നു, ഈ രോഗം കൊണ്ട് നിന്റെ ജീവിതം തീർന്നു, ഇനി നീ ഒരിക്കലും എഴുന്നേക്കത്തില്ല, നീ ഇവിടം കൊണ്ട് തീർന്ന ദുഷ്ടം വിധി എഴുതുമ്പോൾ നിലവുകളെ മാറ്റി എഴുതുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ചില നിലവുകളെ ദൈവം മാറ്റി എഴുതാൻ വേണ്ടി പോകുക. പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരം ദൈവം ചലിക്കാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. എന്തായിത്തീരും നാം ചിന്തിക്കുമ്പോൾ ഇത് യഹോവയാ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയുന്ന നിലയിൽ ദൈവം പ്രവൃത്തിയായിരിക്കും. സാജമതരെ ഒരു അതിശയ പ്രവൃത്തിയല്ലേ ദൈവം ചെയ്യുവാനായത്? വൈദ്യശാസ്ത്രം പോലും ആശ്ചര്യപ്പെട്ടില്ലേ? എന്തായിത്തീരും, മാനുഷികമായി പോലും ചിന്തിച്ചപ്പോൾ മാനുഷിക കണക്കൂട്ടലിനെ പോലും പൊട്ടിച്ചു മാറ്റി ദൈവം പ്രവർത്തിച്ച വിധം എത്ര വലുതാണെന്നറിയാമോ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. ശരീരം നിർജീവമായിട്ടും അവര് വിശ്വാസം ക്ഷീണിച്ചില്ല. അപ്പം ദൈവത്തിന്റെ വായ്ത്തത്തിൽ അവിശ്വാസി സംശയിക്കാതെ വിശ്വാസി ശക്തിപ്പെട്ടാട്ട്
ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നാം ഇരിക്കണം. നമ്മൾ ഓരോ നിമിഷവും ദൈവശബ്ദം കേൾക്കണം. നമുക്ക് സമയമില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം രണ്ട് സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്, സ്വന്തമായി സ്ഥാപനം നടത്തുന്ന ഒരു ദൈവദാസൻ കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ അനേക കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സൂര്യനിൽ വെച്ച് സംസാരിപ്പാടയായി. ആ ദൈവപ്രതിനിധി ഇങ്ങനെ പറയുവാടയായി, എൻ്റെ പാസ്റ്ററെ, ഒരിക്കലും ഈ ഒരു നിലയിൽ വരുമെന്നും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായിട്ട് ഡയറക്ടറായിട്ട് വരുമെന്നൊന്നും ഞാൻ ചിന്തിച്ചതേയല്ല. പക്ഷേ എൻ്റെ ദൈവം എന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം മാനിക്കുക തന്നെ ചെയ്തു. മാതാവ് വളരെ വിദ്യാഭ്യാസമില്ലാത്തൊരു മാതാവിന്റെ പിതാവിന്റെ ഒരു മകനായിരുന്നു. ഇന്ന് ആ സഹോദരൻ, ആ പ്രിൻസിപ്പാൾ ദൈവം കൊടുത്തതായ വിദ്യാഭ്യാസത്തെ ഓർത്ത് അദ്ദേഹം നിറകണ്ണുകളോടെ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനായി. ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ഇന്ന് നാം ആയിരിക്കും നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീര്, ചില അഭിഷേക്തമായ പ്രാർത്ഥനയാണ് കേട്ടോ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ഒരിക്കലും നിഗളിക്കരുത്, ഒരിക്കലും അഹങ്കരിക്കരുത്. ദൈവം ഒരുക്കിയ വാഗ്ദത്തങ്ങളെ ഓർത്ത്, ദൈവം ഒരുക്കിയ നന്മകളെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അവിശ്വാസത്തിന് സംശയിക്കില്ല. ദൈവം ഒരു കാര്യം പറയുമ്പോഴുണ്ടല്ലോ, പിശാച് അവിശ്വാസം കൊണ്ടല്ലോ കുറെ നാള് കൊണ്ട് കേൾക്കുമല്ലേ, കുറെ നാളുകൾ കൊണ്ട് ഇത് പറഞ്ഞതല്ലേ. സ്തോത്ര പ്രവാചകം വന്ന തലയിലെല്ലാം പിടിച്ചു വലിച്ചു കുലുക്കി എല്ലാം പറഞ്ഞതാ. നവംബർ മാസം തന്നെ ആയിരിക്കും. നവംബറും കഴിഞ്ഞു, ഒക്ടോബറും കഴിഞ്ഞു, സെപ്റ്റംബറും കഴിഞ്ഞു, ഡിസംബറും കഴിഞ്ഞു, ജനുവരി ആയിട്ട് ഒരനുഗ്രഹവും വന്നിട്ടില്ല. അയാൾ അത്ര ശരിയല്ല പാസ്റ്റർ, ഇനി ഇങ്ങനെയുള്ള പുള്ളികളെ ആരെയും വിളിക്കല്. പക്ഷെ അയാളുടെ കുഴപ്പം നമ്മുടെ കയ്യിലിരിപ്പ് മാറ്റണം. നമ്മളാള് ശരിയാണോ ചിന്തിച്ചാട്ട്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ഒക്ടോബർ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നവംബർ നോക്കിക്കൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം ആ വാഗ്ദത്തത്തിന് നമ്മൾ ചൂട് കൊടുത്ത്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ അത് നിറവേറ്റിയനായി സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നതിനായി സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടന്നതിനായി സ്തോത്രം. എൻ്റെ ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നതിനായി സ്തോത്രം. നമ്മളോടുള്ള ചില വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ട് ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. പിശാച് പറയാൻ ഒരിക്കലും നടക്കത്തില്ല. നീ ജീവിതം ഒരിക്കലും ഉയരത്തില്ല, നിന്റെ ജീവിതം എന്നും ഇങ്ങനെയായിരിക്കും, നിനക്ക് ജീവിതം ഒരു നന്മയും വരത്തില്ല എന്ന് പിശാച് വിധി എഴുതുമ്പോൾ ഇന്ന് രാത്രികാലം ആത്മാവിൽ ഒരു ദൂതായിട്ട് നീ ഏറ്റെടുത്താട്ട് എന്നോടുള്ള ദൈവീയ വാഗ്ദത്തം നിറവേറ്റുക തന്നെ ചെയ്യോ. അവിശ്വാസി സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാട്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. എന്റെ സമയം തിരികെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. നമ്മളോട് വാക്കുകൾ പറയുന്ന അമ്മാച്ചനോ ഉപ്പാപ്പനോ അമ്മാവിയോ ഒന്നുമല്ല കേട്ടോ. സർവശക്തനായ ദൈവമാ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന കർത്താവ് പറഞ്ഞത്. എല്ലാവരും കൈവിട്ടാലും എല്ലാവരും ഉപേക്ഷിച്ചാലും ഇന്ന് രാത്രികാലം ഉപേക്ഷിക്കാത്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ആമേൻ. ബെന്നിവരെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചന പറയുക. ഉടവല ഘടകതുരി ഘടകം ശാന്തനാരി ഗച്ഛസി. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ള നിനക്ക് ദാഹിക്കുന്നു. ജീവിതത്തിലെ മണ്ഡലങ്ങളിൽ പലപ്പോഴും ഉണങ്ങി വരേണ്ട ചില അനുഭവങ്ങൾ ഒരു വിടുതലും ഉണ്ടാകാതെ കർത്താവ് ചില വിഷയത്തിന് മേലും മറുപടി പോലും ലഭിക്കുന്നില്ലോ ചിന്തിച്ചതായ ചില അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് ആത്മാവ് ദൂത് പറയുക. അന്തരാ പ്രൗഢബല ഘടകത്തിനാലി. ആമേ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേൽ വേഗത്തിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദേശത്ത് വീണ്ടും പ്രശംസാ വിഷയമാക്കുവാൻ എന്റെ കരം വീണ്ടും ചലിക്കുന്നുണ്ടെന്ന് രാത്രികാല ദൈവാഭാവ്യമായി സ്പഷ്ടമായിട്ടും ആലോചന പറയുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസി സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് പ്രവർത്തിപ്പാൻ എന്റെ കർത്താവിന്റെ കരം കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോട് സ്തുതിച്ചാൽ ദൈവമകളെ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം നമ്മോട് ഷെയർ ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ നാൾ മുതൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ നാം പ്രാപിച്ചവരാണ്. അതിൽ എത്ര വാഗ്ദത്തങ്ങൾ നിവൃത്തിയായി. ദൈവദാസൻ പറഞ്ഞൊരു പദം, പ്രവചനം പറഞ്ഞവൻ, പ്രവചനം തന്നവരൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം ഇതൊന്നും ശരിയല്ല. പക്ഷേ തെറ്റ് നമ്മുടെ ഭാഗത്താണോ എന്നും കൂടെ ഒന്ന് നോക്കണം. വാഗ്ദത്തം ചെയ്തത് കർത്താവാണെങ്കിൽ, വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ, നമ്മുടെ ആയുസ്സിൽ തന്നെ അത് പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വ്യക്തിപരമായ ആലോചനകളും അപ്പോൾ തന്നെ അനുഭവങ്ങളും കൂടെ ചാലിച്ച് ഇന്ന് രാത്രി ആ വചനം ഓർപ്പിപ്പാൻ ഇടയായിത്തീരുന്നല്ലോ.
കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു പദം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാനും അത് പലപ്പോഴും പറയാറുള്ള ഒരു പദമാണ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് എന്തോ പറയാനുണ്ട് എന്ന് നമ്മൾ കേൾക്കാറില്ല. നമ്മളെ ഈ ATM കൗണ്ടറിൽ പോയിട്ട് കാർഡ് ഇട്ടിട്ട് നമ്മൾ പിൻ നമ്പറൊക്കെ അടിച്ച് പൈസ എടുക്കുന്നു. ഇതിന്റെ കൂടെ റെസീറ്റ് ഒക്കെ വരുന്നത്, നമ്മളങ്ങ് പോകും. അതിന്റെ പുറകെ ഒരു താങ്ക് യു ഒക്കെ എഴുതി കാണിക്കും. നമ്മളതൊന്നും കാണാൻ നിൽക്കത്തില്ല. നമ്മൾ കാർഡ് എടുത്തു, പൈസ എടുത്തു, പോയി, നമ്മളുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നിരത്തി വെക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് വല്ലതും പറയാനുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും അവിടെ ഒരു പ്രാർത്ഥിച്ച് നാമ്യം പറഞ്ഞിട്ട് അല്പസമയം ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് നോക്കിയേ, ദൈവം നിശ്ചയമായിട്ടും ഇടപെടും. ഈ ഒരിക്കൽ ശൗല് ഭൃത്യന്മാരുമായിട്ട് ശമൂവേലിന്റെ അടുത്ത് പോയൊരു ഭാഗമുണ്ട്, കഴുതകളെ കാണാതെ പോയപ്പോൾ. അപ്പോ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ശമൂവേൽ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, ശൗലിനോട് പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് നിന്നോട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കാം. ഇന്ന് നമുക്ക് നിൽക്കാൻ സമയമില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അരുളപ്പാട് കേൾക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് ഇൻസ്റ്റന്റ് ആണല്ലോ. അപ്പൊ ശ്രദ്ധിച്ച്, ഈ ശൗല് പോകാൻ നേരത്ത് ശമൂവേൽ പറയുന്ന പദം, ദൈവത്തിന്റെ അരുളപ്പാട് നിന്നോട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവദാസനിലൂടെ വളരെ ശക്തമായ ഒരു മെസ്സേജാണ് നമ്മോട് അറിയിച്ചത്. ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുണ്ട്, ദൈവത്തിന് നമ്മോട് ഇടപെടാനുണ്ട്. ദൈവം നമുക്ക് നൽകി തന്ന വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാം, വാഗ്ദത്തം തന്ന കർത്താവിൽ ആശ്രയിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി തന്ന നമ്മുടെ പ്രിയ ബെൻസൺ പാസ്റ്ററിനോടുള്ള നന്ദിയെ ഈ ചാപ്റ്ററിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് വളരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാൻ അനേക പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങളൊക്കെ ഇന്ന് രാത്രി ഷെയർ ചെയ്തല്ലോ, അനേക പ്രിയപ്പെട്ടവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വെളിച്ചമായി ആ പട്ടണത്തിൽ, നല്ലൊരു ദീപമായി, കത്തി ജ്വലിക്കുന്ന ഒരു പന്തമായി ആ പട്ടണത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. അതിനുള്ള പ്രവർത്തനങ്ങളെയും എല്ലാ ചാപ്റ്ററുകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥനാ സംഗമം അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ, നമ്മുടെ UAE ചാപ്റ്ററിന്റെ ചെയർമാൻ കൂടിയായ വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കും. ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ വെച്ച ആ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ നാളെ മുതൽ ഇവിടെ ആരംഭിക്കുന്ന, ഈ UAE ആരംഭിക്കുന്ന ഈ മിഷണറി കോൺക്ലേവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഞാനത് പ്രാരംഭത്തിൽ ഒന്ന് ഓർപ്പിച്ചല്ലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷണറി കോൺക്ലേവ് ഇവിടെ നടക്കുകയാണ്. നോർത്ത് ഇന്ത്യയുടെ 28 സ്റ്റേറ്റിലുള്ള ദൈവദാസന്മാർ, അവര് ആരും അറിയപ്പെടാത്തവരാണ്. പക്ഷേ 20ഉം 30ഉം വർഷമൊക്കെ ആയി. ഇന്നലെ രാത്രി ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ അവര് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടപ്പോൾ, അവിടെ ദൈവനാമത്തിൽ സഹിക്കുന്ന, എല്ലാം ചപ്പന്നും ചവറൊന്നും എണ്ണി കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവിടെ നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ അതുകൊണ്ടാണ് ആ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഇസീനാക്ക് കോൺഫറൻസിനെക്കാട്ടിലൊക്കെ വലിയൊരു കോൺഫറൻസ് ആണ് ഇവിടെ UAE നടക്കുന്നത്. കാരണം ഇവിടെ പ്രഗത്ഭന്മാരാരുമില്ല. ആരും അറിയാതെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന കുടുംബത്തെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ആ ഒരു മീറ്റിംഗ് ഈ 3 ദിവസങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുവാൻ, ഒരു തടസ്സവും കൂടാതെ നടത്തപ്പെടുവാൻ, ആ ദേവദാസന്മാരെ, കുടുംബങ്ങളെ മാനിച്ചു വിടാൻ ഇടയാകേണ്ട നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തെക്കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് തോമസ് അവിടെ ദേവാസൻ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ദേവാസനെ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത്. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങ് വീണ്ടും വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥനാ സംഘമായി ഞങ്ങളുടെ പാതപീഠത്തിലേക്ക് കടന്നു വരുവാനും അല്പസമയം ഞങ്ങളുടെ പാതപീഠത്തിലായിരിക്കാനും കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവ് അനേക വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി കാലം അവിടെ നിർണ്ണ ചെയ്തല്ലോ. ഒലിവിനാ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതായ ഓരോ വിഷയത്തിനു മേലും ദൈവത്തിന്റെ കരം, അവിടുത്തെ കരം നീട്ടി അവിടുന്ന് വിടുതലയക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യനായ ദൈവം, വിടുവിക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമേല് സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേൻ ഇത് ലീഡിയുവാൻ കർത്താവദാസന്റെ സ്വർഗം ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെ ഇന്ന് രാത്രി കാലം അറിയിപ്പാൻ കർത്താവദാസൻ പാസ്റ്റർ ബെൻസൺ അവരുടെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ.
കർത്താവെ ഞങ്ങളുടെ ദാസർ കൂടി അനുഗ്രഹപ്പെട്ട ആലോചനകളെ കേൾക്കുവാൻ, അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി കാലം അവിടുന്ന് ഇടയാക്കിയാൽ സ്തോത്രം. കർത്താവെ ഞങ്ങൾ കേൾത്ത വചന ദൈവവചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായി പ്രയോജനപ്പെടുവാൻ, ഞങ്ങൾ അതിനത്തോണം മുന്നേറുവാൻ, ദിവ്യ വചനത്തിനത്തോണം ഞങ്ങൾ മുന്നേറുവാൻ തക്കണം വലിയവനായ ദൈവം അവിടുന്ന് കരുണ ചെയ്യുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ നാളിൽ ഞങ്ങൾ മുന്നേറുവാൻ, ദേശത്തൊക്കെയും കടന്നുപോയി ചെന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക പ്രാർത്ഥനാ സംഗമങ്ങൾ അമ്മേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെയും ദൈവമേ ഈ നാളുകളിൽ അവിടുന്ന് ബലപ്പെടുത്തുവാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ യു എയിൽ നടക്കുന്ന അമ്മേ ആ പ്രാർത്ഥന കോൺക്ലേവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് ഏറ്റവും അനുഗ്രഹമായി തിരുവാൻ സ്വർഗമുടിയാക്കണമേ. കർത്താവെ കടന്നു വന്ന ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങളൊക്കെയും കർത്താവെ ഇത് ആമേൻ അവരനുഗ്രഹിക്കപ്പെടുവാന്, അത് ദേശത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് അനുഗ്രഹമായി തിരുവാൻ സ്വർഗമുടിയാക്കണമേ. ഒരു തടസ്സം ഉണ്ടാകാതെ വണ്ണം ആ മീറ്റിങ്ങുകളൊക്കെ നന്നായി നടക്കുവാൻ സ്വർഗം കരുണ ചെയ്യുവാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഇന്ന് രാത്രി കാലം വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ തുടർന്നും ഈ ചാപ്റ്ററിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാത്രമല്ല ഈ ആമേ പ്രാർത്ഥനയുടെ ലോകത്തുള്ള എല്ലാ കൂട്ടായ്മകളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ വീണ്ടും ഞങ്ങൾ ഒന്നിച്ചു കാണുവാനും പ്രാർത്ഥനാ ധ്വനിയിൽ കൂടി അനേക വിഷയങ്ങളെ അമ്മയെ പങ്കിട്ട് ഓർത്ത് പ്രാർത്ഥിപ്പാനും ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിക്കാട്ട് ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈക്കായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. കൃപ കൂടെ ഇരുന്നാട്ടെ. പ്രാർത്ഥന യാചനം കേട്ടതേക്കായി സ്തോത്ര. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും ഇന്ന് മുതൽ എന്നേക്കും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും കടമിട്ട് എല്ലാ വിഷയത്തിനും മുഖത്തും കർത്താവിന്റെ സ്നേഹവും സമാധാനവും കർത്താവിന്റെ വരവോളം എന്നെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരെ. പ്രൈസ് ദി ലോർഡ്.